ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നമ്മുടെ ഇസായുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇസായുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നെയ്ച്ചോറും സോസേജ് കറിയും ഉണ്ടാക്കി തിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇസായം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. ഇസായ്ക്ക് പിന്നെ യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇസ അനങ്ങാതെ വണ്ടിയിലിരിക്കും കേട്ടോ. എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസായെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇല്ലം കുളനട പെറ്റ് ക്ലിനിക്കിലാണ്. ഇത് പുതിയതായിട്ട് ഇവിടെ തുടങ്ങിയതാണ്. എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ഇസായെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഹീറ്റ് കാണിച്ചപ്പോൾ നമ്മൾ വേറൊരു ബോയിയെ കൊണ്ട് നമ്മുടെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. നേരത്തെ വന്നപ്പോൾ ഇവിടെ ഫയൽ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫയൽ എടുത്തില്ലായിരുന്നേ. ഇവിടെ ആണെങ്കിൽ എല്ലാ തീറ്റയും സാധനങ്ങളും എല്ലാം ഉണ്ട്. ഹോസ്പിറ്റലിന് മാത്രമല്ല, ഇവിടെ ഈ പൂച്ചകൾക്കും പട്ടികൾക്കും എല്ലാം ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഇസായ്ക്ക് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുവാണേ.
അവരിങ്ങനെ ബ്ലഡൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ടും വന്നു. ഇസ പ്രഗ്നൻ്റ് ആണ്. അതിൽ അവർ പറഞ്ഞു അന്നേരം ബോയ് ആയിട്ടുള്ള ക്യാറ്റിനെ കുറച്ച് ദിവസം കൂടി അതിൻ്റെ കൂടെ ഇടണമെന്ന്. അങ്ങനെ ഇസ 1 ഇയർ കഴിഞ്ഞപ്പോൾ, കറക്റ്റ് 1 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഇന്നായിരുന്നു ഇസയുടെ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ ആണ്, ഇസ ഇന്ന് പ്രഗ്നൻറ്റും ആയി. അങ്ങനെ നമ്മൾ ഇസായ്ക്ക് വേണ്ടി കേക്കും വാങ്ങിച്ച് ഇസായും കൊണ്ട് മുറിപ്പിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ഗൈസ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ഗൈസ്.